നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ട സ്വകാര്യ ബസ് ഓടിയത് 100 കിലോമീറ്ററിലധികം വേഗത്തിൽ. പ്രദേശത്ത് പരമാവധി വേഗപരിധി 50 കിലോമീറ്റർ മാത്രമാണെന്നിരിക്കെയാണ് ബസിന്റെ മരണപ്പാച്ചിൽ. കുറ്റിപ്പുറം ദേശീയപാതയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം സ്വകാര്യ ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, നാറ്റ്പാക്ക്, ദേശീയപാത അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന പൂർത്തിയായി. വളവിൽ വാഹനം അമിതവേഗതയിലായിരുന്നതും മഴയെ തുടർന്നുണ്ടായ അക്വാപ്ലെയിനിങ്ങുമാണ് അപകടത്തിന് പ്രാഥമിക കാരണമായതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. പരമാവധി 50 കിലോമീറ്റർ മാത്രം വേഗപരിധിയുള്ള പ്രദേശത്ത് 100 കിലോമീറ്ററിലധികം വേഗത്തിലാണ് വാഹനം സഞ്ചരിച്ചിരുന്നത്. മഴയുള്ള സമയത്ത് ഇത്രയും ഉയർന്ന വേഗതയിൽ വളവ് തിരിയാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനെ തുടർന്ന് വാഹനം വഴുതിമാറുകയോ ചെയ്തിരിക്കാമെന്നാണ് അനുമാനം. ഭാരമേറിയ വാഹനങ്ങളിൽ ഇത്തരത്തിൽ അമിതവേഗതയിലെത്തുമ്പോൾ ഭാരമാറ്റം മൂലവും അപകട സാധ്യത വർദ്ധിക്കുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾക്ക് ശേഷം 2 ആഴ്ചയ്ക്കകം നാറ്റ്പാക്ക് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. നിലവിലെ റോഡ് ഡിസൈൻ രാജ്യാന്തര മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ളതാണെന്ന് പ്രാഥമിക നിഗമനമെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് റിപ്പോർട്ടിന് ശേഷമേ വ്യക്തമാകൂ. എൻഫോഴ്സ്മെന്റ് RTO TP യൂസഫ്, ഡിവൈഎസ്പി സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരായ K നിസാർ, മുഹമ്മദ് ബഷീർ, കുറ്റിപ്പുറം SHO K മണികണ്ഠൻ, SI KS സുധീർ എന്നിവരും നാറ്റ്പാക്ക് NHI പ്രതിനിധികളും പരിശോധനയിൽ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നാഷണൽ ഹൈവേയിലൂടെയുള്ള ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പല ഡ്രൈവർമാർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ധാരാളം വാർണിംഗ് ബോർഡുകൾ നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ടേണിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ സ്പീഡ് കാണിച്ചിട്ട് റോഡ് നവീകരണം മന്ദഗതിയിലായതോടെ ചാലിശ്ശേരി പട്ടാമ്പി പാതയിൽ ഓടിയെത്താനാകാതെ ബസ്സുകൾ. സമയനഷ്ടം മറികടക്കാൻ പലപ്പോഴും ബസ്സുകൾ ഓടുന്നത് അമിത വേഗതയിൽ. ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെ ബസ്സുകൾക്ക് ഓടിയെത്താനുള്ള സമയം 27 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും ഇതിന് കഴിയാറില്ല. കുണ്ടും കുഴിയും താണ്ടി പട്ടാമ്പി എത്തുമ്പോഴേക്കും 10 മിനിറ്റോളം വൈകും. കൂറ്റനാട് സെന്ററിലെ ബ്ലോക്കിൽപ്പെട്ടാൽ സമയനഷ്ടം വീണ്ടും വർദ്ധിക്കും. പിന്നീട് ഈ സമയം ഓട്ടത്തിൽ ശരിയാക്കിയെടുക്കണമെങ്കിൽ ഡ്രൈവർമാർക്ക് അമിതവേഗതയിൽ ബസ് ഓടിക്കേണ്ട സ്ഥിതിയാണ്. പട്ടാമ്പി ടൗൺ കടക്കാൻ വീണ്ടും വിയർക്കണം. ബസ് സ്റ്റാൻഡിന് മുൻപിലെ കുഴികളും ബ്ലോക്കും കടന്ന് ചെർപ്പളശ്ശേരി റോഡ് ജംഗ്ഷനിലെത്തണമെങ്കിൽ ദുരിതമേറെയാണ്. സ്വകാര്യ ബസ്സുകാർക്ക് വർഷങ്ങളായുള്ള ദുരിതപാതയാണ് ചാലിശ്ശേരി പട്ടാമ്പി റൂട്ട്. നിലവിൽ ചാലിശ്ശേരി തണത്തറ പാലം മുതൽ കൂറ്റനാട് വരെയുള്ള പാതയാണ് നവീകരിക്കുന്നത്. കലുങ്കുകളുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ റോഡിൻ്റെ പകുതി ഭാഗം അടച്ചിട്ടാണ് പ്രവൃത്തി നടക്കുന്നത്. മറുഭാഗത്ത് കുഴികളും വെള്ളക്കെട്ടുമാണ്. ഇതുവഴി ഗതാഗത തടസ്സം നേരിടാനാകാതെ കടന്നു പോകാനാകില്ല. മഴ ശക്തമായാൽ പണി നിർത്തിവെക്കും. പിന്നെ ദിവസങ്ങളോളം ചെളിക്കുളമായാണ് പാത കിടക്കുക. സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത പാതയായി മാറിയതിനാൽ യാത്രക്കാരും കയറാൻ മടിക്കുന്ന സ്ഥിതിയാണ്. വാഹനം കുഴികളിൽ വീണാൽ സീറ്റിലിരിക്കുന്ന യാത്രക്കാർ ഉയർന്നു പൊങ്ങും. കമ്പികളിൽ പിടിച്ചു നിന്നാലും സുരക്ഷിതമായി നിൽക്കാനാകില്ല. ഇതോടെ സ്വന്തം വാഹനങ്ങളുമായി മറ്റ് ഇടറോഡുകളിലൂടെ യാത്രക്കാർ പോകുന്ന സാഹചര്യമാണെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. 34 ബസ്സാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ഓരോ ബസ്സിനും 4 ട്രിപ്പ് വീതം 136 സർവീസാണ് ഈ വഴി ദിവസേന കടന്നു പോകുന്നത്. ഓരോ ബസ്സിനും 370 കിലോമീറ്ററോളം ഓടേണ്ടതുണ്ട്. 102 ലിറ്റർ ഡീസലെങ്കിലും ദിവസേന അടിക്കേണ്ടി വരുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. മേലെ പട്ടാമ്പിയിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വശത്തെ കട്ടവിരിക്കൽ പ്രവൃത്തികൾ പൂർത്തിയായി. ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങി. അതേസമയം മറുവശത്തെ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. ചരക്കു വാഹനങ്ങൾക്ക് പാതയിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാഴ്ചയോളമായി പട്ടാമ്പി പെരിന്തമണ്ണ റോഡിലെ കട്ടവിരിക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് നിലവിൽ ഒരു ഭാഗത്തെ കട്ടവിരിക്കൽ പൂർത്തിയായി. ഇതിലൂടെയുള്ള വാഹന ഗതാഗതവും ആരംഭിച്ചു. 100 മീറ്ററിൽ താഴെ വരുന്ന ഭാഗത്താണ് കട്ടവിരിക്കൽ നടക്കുന്നത്. മറുവശത്തെ പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാവശ്യമായ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നും സ്വീകരിച്ചു വരികയാണ്. ശങ്കരമംഗലത്ത് വെച്ച് തന്നെ വലിയ വാഹനങ്ങളെ കൊടലൂർ വഴിയാണ് ഇപ്പോൾ തിരിച്ചുവിടുന്നത്.
കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കിനെ തുടർന്നുണ്ടായ ചർച്ചയ്ക്ക് ശേഷമാണ് വീണ്ടും വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള നടപടികൾ കാര്യക്ഷമമാക്കുവാൻ അധികൃതർ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കൊപ്പത്തും തൃത്താല വെച്ച് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന നടപടികളും തുടങ്ങി. മഴയും പ്രവൃത്തികളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും വീണ്ടും പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ മേലെ പട്ടാമ്പിയിൽ നടക്കുന്ന റോഡ് നവീകരണം അനിശ്ചിതമായി നീളുന്നതിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത്. പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി പാതയിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കണമെന്നാണ് ആവശ്യം. മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റൂട്ടിൽ നടക്കുന്ന റോഡ് നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. BJP പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്തേക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന കമ്മിറ്റി അംഗം KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. 60 മീറ്ററോളം വരുന്ന റോഡ് നവീകരണത്തിന് ദിവസങ്ങളേറെ സമയമെടുക്കുന്നത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് KM ഹരിദാസ് ആരോപിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ഗോപി പോക്കോടെ, P ജയശങ്കർ, MR ബിജു, P പ്രമോദ്, K രാജ്കുമാർ, ഷിജു അണ്ടലാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. പട്ടാമ്പിയിൽ കൂടി കടന്നുപോകുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ അവർക്കെല്ലാം ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ ഏതാണ്ട് ഒരു മാസത്തോളമായി ഒരു 30 മീറ്റർ റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു 30 മീറ്റർ റോഡ് നേരെയാക്കാൻ എത്ര ദിവസം വേണം? ഞങ്ങളോട് പല ആളുകളും BJPയുടെ നേതാക്കന്മാരോട് പരാതിയായിട്ട് പറഞ്ഞു. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് തീർക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളും കാത്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ പോകാൻ പറ്റാത്ത രൂപത്തിൽ ബസ് ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടുത്തെ ബസ് ഓണർമാരും അതിന്റെ തൊഴിലാളികളും ബസ് നിർത്തിവെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ 30 മീറ്റർ റോഡിന് ഇത്രയും വലിയ പ്രശ്നം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് പണി തീർത്ത് ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഈ സമരം എന്ന് പറയുന്ന ഈ പരിപാടി ഞങ്ങൾ നടത്തുന്നത്. ഇനിയും ഇതിങ്ങനെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആരാണ് ഉത്തരവാദി എന്നുള്ളത് നമുക്കറിയേണ്ട കാര്യമില്ല, ജനങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ല. ആരാണ് ഉത്തരവാദിയെങ്കിലും എത്രയും പെട്ടെന്ന് ഇതിന് കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഇത് പൂർത്തിയാക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഓഫീസുകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വരും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളിയാങ്കല്ല് തടയണയുടെ തകർന്ന സംരക്ഷണ ഭിത്തിക്ക് പകരം താൽക്കാലിക സുരക്ഷാ ഭിത്തി നിർമ്മിച്ചു. പുഴയോട് ചേർന്ന റോഡ് വക്കിടിയൽ തടയുക ലക്ഷ്യമിട്ടാണ് താൽക്കാലിക സുരക്ഷാ ഭിത്തി നിർമ്മിച്ചത്. റോഡിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി തകർന്ന ഭാഗത്ത് ചാക്കുകളിൽ മണ്ണു നിറച്ച് അടുക്കി വെച്ചാണ് താൽക്കാലിക സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണം. വരും ദിവസങ്ങളിൽ മഴ ശക്തമാവുന്നതും പുഴയുടെ കുത്തൊഴുക്കും കണക്കിലെടുത്ത് റോഡിന്റെ ഭാഗങ്ങൾ പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് ഒഴിവാക്കുകയാണ് താൽക്കാലിക ഭിത്തി നിർമ്മാണത്തിന്റെ ലക്ഷ്യം. തകർന്ന ഭാഗത്ത് 3 മീറ്ററിലേറെ ഉയരത്തിലാണ് താൽക്കാലിക ഭിത്തി നിർമ്മിക്കുന്നത്. ജലവിഭവ വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം. മുതുതല പഞ്ചായത്തിലെ കാര്യാട്ടുപറമ്പ് നഗർ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുതുതല പഞ്ചായത്തിലെ കാര്യാട്ടുപറമ്പ് നഗർ റോഡ് യാഥാർത്ഥ്യമാക്കിയത്. 6 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു റോഡിന്റെ നിർമ്മാണം
നടത്തിയത്. നിർമ്മാണം പൂർത്തിയായ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ ഏവരുടെയും സ്വപ്നം കുടിവെള്ളമായാലും വളരെയേറെ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പരമമായ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് ഇത്തരത്തില് സാധാരണക്കാർക്ക് വെള്ളവും വെളിച്ചവും റോഡ് എത്തിക്കലാണ്. അതിന് നമുക്ക് വളരെയേറെ കഷ്ടപ്പെട്ടിരുന്ന ഗതാഗത ആവശ്യത്തിന് കഷ്ടപ്പെട്ടിരുന്ന ഈ പ്രദേശത്തെ കരിയാട്ടുപറമ്പ് നഗർ റോഡ് എന്ന പേരിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കഴിഞ്ഞ തവണ അനുവദിച്ച ഫണ്ടാണ്. അത് ഉപയോഗിച്ച് ഇപ്പോൾ റോഡ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇതിന് സഹകരിച്ച മുഴുവൻ ജനപ്രതിനിധികൾക്കും, ഒരു ജനപ്രതിനിധികൾ സഹകരിച്ചുകൊണ്ട് റോഡ് ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരും ഒരേ മനസ്സോടുകൂടി, ആ പ്രദേശത്തുള്ള ആളുകൾ ഒരേ മനസ്സോടുകൂടി സ്ഥലം വിട്ടുകൊടുക്കാനും റോഡ് പണിയുമായി സഹകരിക്കാനും സന്നദ്ധരായാൽ മാത്രമേ ഗതാഗത സൗകര്യത്തിനുള്ള റോഡ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും ആവശ്യമാണ് നല്ല വെള്ളം കുടിക്കുക എന്നുള്ളത്. ശുദ്ധജലം കിട്ടുന്നതിനും ഇത്തരത്തിൽ എല്ലാവരുടെയും സഹകരണം വേണം. അതുപോലെ മൊത്തത്തില് വൈദ്യുതി ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളിലായാലും സഹകരണത്തോടുകൂടി എല്ലാവരും, നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോകസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ ആണെങ്കിൽ വളരെ വീറോടെ വാശിയോടെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തത്വങ്ങളും ചിന്തകളും ഒക്കെ നമ്മൾ പരസ്യമായി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവര് ആ നാടിന്റെ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. ആ പ്രദേശത്തെ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള മനസ്സുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പ്രദേശത്തെ, പ്രത്യേകിച്ചും കേരളത്തിലെ, പ്രത്യേകിച്ചും മുതുതല പഞ്ചായത്ത്, കൊപ്പം പഞ്ചായത്ത്, നമ്മൾ സമീപ പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ ആ തലത്തിലേക്ക് ഉയർന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP മണി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CP സനജ, വാർഡ് മെമ്പർ മുഹമ്മദ് അലി, KP ഷീജ, ബിന്ദു, K മുഹമ്മദ്, രാജേന്ദ്രൻ, യാഹുട്ടി, MK ഹംസ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ലിറ്റിൽ എക്സ്പേർട്ട് പരിപാടിയുടെ ഭാഗമായി നടന്ന ശില്പശാലയും പങ്കെടുത്ത പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ TP ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും കുസാറ്റുമായി ചേർന്ന് രൂപീകരിച്ച ഷീം ഹബിലെ കഴിഞ്ഞ അക്കാദമിക് വർഷത്തെ ലിറ്റിൽ എക്സ്പോർട്ട് പരിപാടിയുടെ ഭാഗമായി 5 ദിവസത്തെ ശില്പശാലയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ CS സുരേഷ്, PTA പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, SMC ചെയർമാൻ K ഷറഫുദ്ദീൻ, പട്ടാമ്പി BPC KK അസീസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് P അഷറഫ്, പ്രധാനാധ്യാപിക K ഗീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാഭ്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം, കേവലം ഒരു പാഠപുസ്തകത്തിൽ നിന്ന് മറ്റ് ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്കുള്ള അറിവിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു നാടിന്റെ വികസനം എന്നൊക്കെ പറയുന്നത് കുറെ റോഡുകളോ അതല്ലെങ്കിൽ കുറെ കെട്ടിടങ്ങളോ അല്ല, മറിച്ച് വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതോടുകൂടി നമ്മുടെ നാട് ഒരുപാട് വികസനത്തിലേക്ക് എത്തും. നമ്മുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഒരു മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ടത് ഒന്ന് വിദ്യാഭ്യാസമാണ്. രണ്ടാമത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പാഠ്യ പുസ്തകത്തോടൊപ്പം തന്നെ നമ്മൾ സംരംഭകത്വം, അതല്ലെങ്കിൽ ഇതുപോലുള്ള ഗവേഷണങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പദ്ധതികളാണ് ഇത് നടന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിപ്പ് കഴിഞ്ഞ് പുറത്തെത്തുമ്പോൾ അറിവിന് പരീക്ഷ എഴുതിയത് സർട്ടിഫിക്കറ്റ് ലഭിക്കും, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും ജീവിത രീതികളും
നമ്മുടെ കാഴ്ചപ്പാടുകളും അതൊക്കെ നമുക്ക് കണ്ടെത്താനും അതിനനുസരിച്ച് നമുക്ക് ഭാവിയിൽ നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ C സൂര്യ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിജി ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ A വിജയൻ, മുഹമ്മദ് മോനു, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M ബാലകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് K ശ്യാം, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ 400 തൈകളാണ് വിതരണത്തിനായി എത്തിയിട്ടുള്ളത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.